എത്രയൊക്കെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞാലും ഒരാവശ്യത്തിന് നോക്കിയാൽ കാണാത്ത രണ്ട് സാധനങ്ങളാണ്. ഒന്ന് സേഫ്റ്റി പിന്നും ഒന്ന് ഇതേപോലത്തെ ഹെയർ ബുഷസും. ഇത് വെച്ചിട്ട് നമുക്കൊരു ഹെയർ ബാൻഡ് ഉണ്ടാക്കിയാലോ. അപ്പോൾ പ്ലെയിൻ ആയിട്ടുള്ള ഹെയർ ബാൻഡ് എടുത്തിട്ട് അതിനൊന്ന് മേക്ക് ഓവർ ചെയ്യാം. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ബുഷ് ഉണ്ടല്ലോ അത് ഇതേപോലെ ഒന്ന് കെട്ടിട്ട് കൊടുക്കണം. ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുക. അതിൻ്റെ ഉള്ളിലോട്ട് ഇട്ടിട്ട് ഇതേപോലെ വലിച്ചെടുക്കുക. ഞാനിവിടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിലാണ് ചെയ്യുന്നത്, കാരണം എൻ്റെ അടുത്ത് ഈ രണ്ട് കളേഴ്സേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഏതൊക്കെ കളറാണ് ഉള്ളത് അതൊക്കെ നോക്കിയിട്ട് ഇതേപോലെ ചെയ്തെടുക്കുക. മുഴുവനായിട്ടും ഇങ്ങനെ ചെയ്തെടുക്കുക. ഞാനിവിടെ 3 സെറ്റ് വെച്ചിട്ട് ഇതേപോലെയാണ് റെഡിയാക്കിയിട്ടുള്ളത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന സംഭവം ഭയങ്കര സിമ്പിളാണ്. ഇതേപോലെ ഇതാ രണ്ടാമത്തെ ആ ഒരു ബാൻഡ് ഒന്നാമത്തെ ബാൻഡിൻ്റെ ഉള്ളിലേക്ക് ഇതേപോലെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത സെയിം പ്രോസസ്സ് തന്നെ ഇതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പം നമ്മൾക്ക് ഇതേപോലൊരു എന്താണ് നമ്മൾ മുടിയൊക്കെ പിന്നിടൂലേ അതേപോലത്തെ ഒരു ടെക്സ്ചറാണ് കിട്ടുക. ഇതേപോലെ അവസാനം വരെ എത്തിക്കുക. ഏറ്റവും എൻഡിലെത്തുമ്പം നമ്മൾ ഇതേപോലെ അതിൻ്റെ ആ ബാൻഡ് അതിൻ്റെ ഉള്ളിലേക്ക് ഇതേപോലെ പുറത്തേക്ക് ഇതേപോലെ എടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ കുറച്ച് ഭംഗി കൂടുതലിന് വേണ്ടിയിട്ട് വൈറ്റ് ബീഡ്സ് എടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബീഡ്സ് ആണുള്ളതെങ്കിൽ അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. എൻ്റെ അടുത്ത് ഇപ്പം വൈറ്റ് ബീഡ്സ് ഉള്ളതുകൊണ്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു. ഈ ഒരു ഹെയർ ബാൻഡ് ഇഷ്ടപ്പെട്ടവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.